കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ഗോകർണന്റെ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗോകർണൻ, ശിവന്റെ അവതാരം. ഏഴാമത്തെ വരാഹകൽപ്പത്തിൽ ശിവൻ ഗോകർണനായി അവതരിച്ചു. അന്നദ്ദേഹത്തിന് കശ്യപൻ, ഉഷനസ്, ച്യവൻ, ബൃഹസ്പതി എന്നീ 4 പുത്രന്മാർ ഉണ്ടായിരുന്നതായും ശിവപുരാണത്തിൽ കാണുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുവേണ്ടിയുള്ള ശക്തി സമ്പാദിക്കുന്നതിനായി തപസ്സിരുന്നു. അനേകകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് തേജോരൂപിയായി പരമേശ്വരൻ വെളിയിൽ വന്നു. ബ്രഹ്മാവ് അദ്ദേഹത്തെ വന്ദിച്ചിട്ട് അവിടുന്ന് തന്നെ സൃഷ്ടികർമ്മം നടത്തുക എന്നഭിപ്രായപ്പെട്ടു. പരമശിവൻ അത് സമ്മതിച്ച് പാതാളത്തിൽ പോയി സമാധിയിരുന്നു. കാലങ്ങൾ വളരെ കഴിഞ്ഞു. പരമശിവനെ കാണായ്കയാൽ ബ്രഹ്മാവ് തന്നെ സൃഷ്ടി ആരംഭിച്ചു. സമാധിയിൽ നിന്നുണർന്ന ശിവൻ ദിവ്യചക്ഷസ്സുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവിനെ ശിക്ഷിക്കുന്നതിനായി പാതാളത്തിൽ നിന്നും പുറപ്പെട്ടു. അപ്പോൾ മുകളിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരമശിവൻ ഭൂമിദേവിയോട് വഴിവിട്ടുമാറി നിൽക്കുവാനാവശ്യപ്പെട്ടു. ഭൂമിദേവി അതിനു വഴങ്ങാതെ പരമശിവനോട് അണിമാദികളായ ഐഷ്ടശ്വര്യങ്ങളുള്ള അവിടുന്ന് സൂക്ഷ്മരൂപികളായ എന്റെ ഒരു കർണത്തിൽ കൂടി കയറി മറുകർണത്തിലൂടെ ഇറങ്ങിക്കൊള്ളുക എന്നു പറഞ്ഞു. പരമശിവന് അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. ഗോവെന്നുള്ളതിന് ഭൂമിദേവി എന്നും അർത്ഥമുണ്ടല്ലോ. ചുരുക്കത്തിൽ എവിടെ വച്ചാണോ ശിവൻ ഗോവിന്റെ ഭൂമിയുടെ കർണത്തിൽ കൂടി കയറി ഇറങ്ങിയത് അവിടം പിൽക്കാലത്ത് ഗോകർണമായി. പരമശിവൻ നേരെ കൈലാസത്തിലേക്ക് പോയി. ഗോകർണത്തിൽ പരമശിവന്റെ ആത്മലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാവണമാതാവായ കൈകസി മണൽ കൊണ്ടുണ്ടാക്കി പൂജിച്ചുവന്ന ശിവലിംഗം തിരമാല കയറി അടിച്ചു നശിപ്പിക്കയാൽ അവൾ ദുഃഖിതയായി. രാവണൻ ഇതറിഞ്ഞ് പരമശിവന്റെ ആത്മലിംഗം തന്നെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് നൽകാമെന്നു പറഞ്ഞു. അതിനായി കൈലാസത്തിലേക്ക് പോയി. നാരദൻ ഇതറിഞ്ഞ് ദേവേന്ദ്രന്റെ അടുക്കലെത്തി ഇങ്ങനെ പറഞ്ഞു: രാവണൻ പരമശിവനിൽ നിന്ന് ആത്മലിംഗം വാങ്ങി ലങ്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അവൻ കൈലാസത്തിലേക്ക് ഇതുവഴി പോയിട്ടുണ്ട്. ആത്മലിംഗം വാങ്ങി ലങ്കയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വേണ്ടത് ഉടനടി പ്രവർത്തിക്കുക എന്നു പറഞ്ഞിട്ട് പോയി. രാവണൻ കൈലാസത്തിൽ എത്തുന്നതിനു മുമ്പുതന്നെ രാവണൻ ആത്മലിംഗം കൊടുക്കരുതെന്ന് പറയുന്നതിനായി ദേവേന്ദ്രനും വിഷ്ണുവും മറ്റു ദേവന്മാരും അതിവേഗത്തിൽ പുറപ്പെട്ട് കൈലാസത്തിലെത്തി. അപ്പോഴേക്കും രാവണൻ പരമശിവനെ തൃപ്തിപ്പെടുത്തി ആത്മലിംഗവും വാങ്ങിക്കൊണ്ട് പോയിക്കഴിഞ്ഞിരിക്കുന്നു. പരമശിവൻ അവരോട് പറഞ്ഞു: അതിവേഗത്തിൽ പുറപ്പെട്ടാൽ രാവണനെ വഴിക്കു കാണാം. ആത്മകലിംഗം അവനോട് വാങ്ങി തറയിൽ വെക്കണം. അതവിടെ ഉറച്ചിരുന്നുകൊള്ളും. ആ സ്ഥലവും പുണ്യഭൂമിയായിത്തീരും. പിന്നീടവരവിടെ നിന്നില്ല. അതിവേഗത്തിൽ പുറപ്പെട്ട് ഗോകർണത്തിൽ വച്ച് അവർ രാവണനെ കണ്ടു. ഉടനടി വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ഗണപതി ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ചെന്ന് രാവണനെ സമീപിക്കുകയും രാവണൻ ആത്മലിംഗം ബ്രഹ്മചാരിയുടെ കയ്യിൽ കൊടുത്ത് തറയിൽ വയ്ക്കരുതെന്ന് ചട്ടം കെട്ടിയിട്ട് സന്ധ്യാവന്ദനത്തിനായി സമുദ്രത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് ഗണപതി അത് താഴെ വെച്ചു. രാവണൻ വന്നു നോക്കുമ്പോൾ ആത്മലിംഗം തറയിൽ ഇരിക്കുകയാണ്. ഇതുകണ്ട് രാവണൻ ഗണപതിയുടെ തലയ്ക്ക് ഒരു കിഴുക്കുകൊടുത്തു. എന്നിട്ട് അത് പിഴുതെടുക്കാൻ വളരെ പണിപ്പെട്ടു. ഒരു ഫലം ഉണ്ടായില്ല. ഇത്ര ബലമോ ഈ ഈശ്വരൻ എന്നു പറഞ്ഞുകൊണ്ട് അവൻ അത് മൂടിയിരുന്ന പട്ടു വലിച്ചെടുത്ത് 4 കീറി 4 ദിക്കിലേക്കും വലിച്ചെറിഞ്ഞു. അത് ചെന്നു വീണ സ്ഥലങ്ങളിലെല്ലാം ഓരോ ശിവലിംഗങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ ഗോകർണത്തിലിപ്പോൾ പഞ്ചലിംഗങ്ങളാണ് ഉള്ളത്. രാവണന്റെ കിഴുക്കുകൊണ്ടതിനാൽ തലകുഴിഞ്ഞമട്ടിലുള്ള ഒരു ഗണപതിയും ഗോകർണത്തു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.